ഞാൻ എന്നേ പറഞ്ഞതല്ലേ നിന്നോട് ആ മാർബിൾ ലാൻഡിലൊന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും അവിടെയുണ്ട്. മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് അവിടെ നിന്ന് കിട്ടും. മാർബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. ഗുണ്ട നേതാവ് പല്ലൻ ഷൈജു പോലീസ് പിടിയിൽ. കാപ്പ നിയമം ചുമത്തി തൃശൂർ ജില്ലയിൽ നിന്നും പുറത്താക്കിയിരുന്ന പല്ലൻ ഷൈജു സമൂഹ മാധ്യമങ്ങളിലൂടെ പോലീസിനെ വെല്ലുവിളിച്ച ശേഷം മുങ്ങുകയായിരുന്നു. കോട്ടയ്ക്കൽ പോലീസ് വയനാട്ടിലെ റിസോർട്ടിൽ നിന്നാണ് ഷൈജുവിനെ അറസ്റ്റ് ചെയ്തത്. പിന്നെ കൃഷ്ണകോട്ട മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നൊന്നല്ലത് അത് എറണാകുളമില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞതിന്റെ അപ്പുറം തൃശ്ശൂർ ജില്ല എവിടെയാ പോസ്റ്റ് ഓഫീസിൽ എവിടെയാന്നുള്ളത് പല്ലൻ ഷൈജുവിന് നന്നായിട്ട് അറിയാം. കാപ്പ നിയമം ചുമത്തി തൃശൂർ ജില്ലയിൽ നിന്നും പുറത്താക്കിയ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് പല്ലൻ ഷൈജു സമൂഹ മാധ്യമങ്ങളുടെ പോലീസിനെ വെല്ലുവിളിച്ച ശേഷം മുങ്ങുകയായിരുന്നു. മലപ്പുറം കോട്ടക്കൽ പോലീസാണ് വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് ഷൈജുവിനെ അറസ്റ്റ് ചെയ്തത്. ഒട്ടേറെ കൊലപാതക ഹൈവേ കവർച്ച കേസുകളിലെ പ്രതിയായ ഷൈജു കോടാലി ശ്രീധരന്റെ കൂട്ടാളിയായിരുന്നു. പോലീസിനെ വെല്ലുവിളിച്ച ജനുവരിയിൽ പല്ലൻ ഷൈജു സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചിരുന്നു. 2 മിനിറ്റോളം ദൈർഘ്യം വരുന്ന വീഡിയോയിൽ ഷൈജു പോലീസിനെ വെല്ലുവിളിക്കുകയായിരുന്നു. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ പോലീസ് ഷൈജുവിനു വേണ്ടി വലവീശിച്ചിരുന്നു. കൊടകര, പുതുക്കാട്, തൃശൂർ ഈസ്റ്റ്, നെടുപുഴ, എറണാകുളം, ചെങ്ങമനാട്, സുൽത്താൻ ബത്തേരി, തിരുനെല്ലി എന്നീ പോലീസ് സ്റ്റേഷനുകളിലും കേരളത്തിന് പുറത്തും ഗുണ്ടൽപേട്ട സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസുകളുണ്ട്. തൃശൂർ കേന്ദ്രീകരിച്ച് പഴയ കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായിരുന്നു പല്ലൻ ഷൈജു. പിന്നീടാണ് കുഴൽപ്പണത്തിലേക്ക് തിരിയുന്നത്. കോട്ടക്കൽ സ്റ്റേഷൻ ചതിക്കണോ മാറണ്ടല്ലേ? കുഴൽപ്പണം കൊണ്ടുപോകുന്ന വാഹനങ്ങൾ തിരഞ്ഞുപിടിച്ച് തടഞ്ഞു നിർത്തി കൊള്ളയടിച്ച ശേഷം കുഴൽപ്പണവുമായി പറക്കുന്നതാണ് പല്ലൻ ഷൈജുവിന്റെ രീതി. തൃശൂർ കൊടകര സ്വദേശിയാണ് 43-കാരനായ ഷൈജു. തൃശൂർ റൂറൽ പോലീസാണ് ഷൈജുവിനെ ഗുണ്ടാ നിയമമായ കാപ്പ ചുമത്തി നാട് കടത്തിയത്. 1 വർഷത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കാൻ കഴിയില്ല. വിലക്ക് മറികടന്ന ജില്ലയിൽ പ്രവേശിച്ചെന്ന് തെളിഞ്ഞാൽ 3 വർഷം വരെ വിചാരണ കൂടാതെ തടവിൽ പാർപ്പിക്കാനും വകുപ്പുണ്ട്.